ലഹരി കടത്ത് കേസിലെ പ്രതിയായ വിദേശ പൗരനെ രക്ഷിക്കാൻ വേണ്ടി ഇത്ര വലിയൊരു തട്ടിപ്പ് കാണിച്ച ഒരാളാണ് ഇടതുമുന്നണി സർക്കാരിന്റെ മന്ത്രിസഭയിലിരുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഗ്രാവിറ്റി എന്നുള്ളത് ആലോചിച്ച് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തിട്ടില്ല. 2022 10-22 തവണ ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോഴൊന്നും ആന്റണി രാജു ഹാജരായില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം ഇത് നീണ്ടുപോകുന്നത് എന്ന ഒരു വലിയ വാർത്ത വരികയാണ്. അതായത് ആ മന്ത്രിസ്ഥാനം പോലും, നമ്മളെയൊക്കെ ഭരിച്ച മന്ത്രിയായിരുന്ന ആ സമയം പോലും എന്ന് പറയുന്നത് നിയമത്തിന്റെ കണ്ണുകെട്ടി, നിയമത്തിന്റെ നടപടികളിൽ നിന്ന് ഒളിച്ചു മാറി നടന്ന് അധികാരത്തിന്റെ പ്രിവിലേജ് ഉപയോഗിച്ച് മാത്രം സ്വന്തമാക്കിയ ഒന്നായിരുന്നു. അതെ, അങ്ങനെ തന്നെ പറയാം. കാരണം ആ ഘട്ടത്തിൽ പക്ഷേ അത് കോടതിയിലാണ് കേസെന്ന് ഓർക്കണം. പോലീസ് ആദ്യം ഈ കേസിൽ കാണിച്ച അനാസ്ഥ അല്ലെങ്കിൽ തട്ടിപ്പുകൾ നമുക്കെല്ലാം അറിയുന്നതാണ്. പക്ഷേ 2006 മുതൽ ഈ കേസ് കോടതിയിലാണ് ഇരുന്നത്. 2006 മുതൽ 2 കോടതികൾ, 2006 മുതൽ 2014 വരെ വഞ്ചൂർ കോടതിയിലിരുന്നു. അതിനുശേഷം 2014 മുതൽ 2022 വരെ നെടുമങ്ങാട് കോടതിയിലിരുന്നു. ആ കോടതിയിൽ ഇരിക്കെയാണ് പ്രതികൾ ഈ മട്ടിൽ കോടതി നടപടികളെ വെട്ടിച്ച് നടന്നത്. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. തൊട്ടടുത്ത ഈ കേസ് നടക്കുന്നത് നെടുമങ്ങാട് JFMC 1 കോടതിയിലാണ്. അതിൽ തൊട്ടടുത്തതിനുള്ള 2ാം കോടതിയിലെ ഇതേ നമ്പറിലുള്ള 2014 കേസ് നമ്മൾ പരിശോധിച്ചാൽ 6 തവണ കേസ് വിളിച്ചു, 2 തവണ പ്രതി ഹാജരായില്ല. അടുത്തത് അയാൾക്ക് വാറന്റ് ആകുന്നു, പോലീസ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നു, കേസ് തീരുന്നു. എന്ന് പറഞ്ഞാൽ ഇതേപോലെ തീരേണ്ട ഒരു കേസാണ് ഈ കേസ്. അതുപോലെ നിസ്സാരമായ ഒരു കുറ്റമാണെങ്കിൽ ഈ കേസിൽ ഇത്രയും ഗൗരവകരമായ കുറ്റങ്ങളുണ്ടായിട്ട് 8 വർഷം അവിടെ ഇരുന്നിട്ടും ഒരു വാറന്റ് പോലും കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന കാര്യം. അത് ഏത് തരത്തിൽ ഇരുന്നതുകൊണ്ട് ഏത് തരത്തിൽ അതിൽ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈ കേസിൽ ഇടപെട്ടതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേസിന്റെ മെറിറ്റിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അനുമാനത്തിൽ ഇവിടെ ഇടമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മറ്റൊരു കേസിലും ഇല്ലാത്ത സൗമനസ്യം ഇക്കാര്യത്തിൽ ഈ കേസിലെ പ്രതികളോട് കോടതിയുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അനിൽ, ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മലയാളികൾ ഓർക്കുക എന്ന് പറയുന്നത് വെട്ടിത്തയച്ച കൃത്രിമത്വം കാണിച്ച ഒരു അടിവസ്ത്രത്തിന്റെ പേരിലാണ്. പക്ഷെ ആ കേസ് വളരെ ഗൗരവതരമായ, നമ്മൾ ഗൗരവമായി തന്നെ നോക്കി കാണേണ്ടുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു കേസാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അഭിഭാഷകനായി ജോലി ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ, രാജ്യത്തിന്റെ സ്വൈര്യത്തെ, ഇതിനെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഇടപാടിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളാണ് നമ്മളെ ഭരിച്ചത്. അതെ, തീർച്ചയായിട്ടും അത് വളരെ റെലവൻ്റ് ആയ ഒരു പോയിന്റാണ്. ഞാൻ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കാലത്ത് ലഹരിക്കടത്ത് അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്നുള്ളതിനെക്കുറിച്ച് എത്ര ഗൗരവത്തിലാണ് നമ്മൾ ആലോചിക്കുക, സംസാരിക്കും, ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മൾ മാധ്യമപ്രവർത്തനം എന്നുള്ള ചാനലുകളും മറ്റും ക്യാമ്പയിനുകൾ നടത്തുന്നു, സർക്കാർ തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ, എന്തെല്ലാം മെഷേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ, ലഹരിക്കടത്ത് കേസിലെ പ്രതിയായ വിദേശ പൗരനെ രക്ഷിക്കാൻ വേണ്ടി ഇത്ര വലിയൊരു തട്ടിപ്പ് കാണിച്ച ഒരാളാണ് ഇടതുമുന്നണി സർക്കാരിന്റെ മന്ത്രിസഭയിലിരുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഗ്രാവിറ്റി എന്നുള്ളത് ആലോചിച്ച് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ തരത്തിൽ പോലും ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മുൻപ് ഞാനൊക്കെ ജോലി ചെയ്തു തുടങ്ങുന്ന കാലം മുതൽ ഈ കേസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 25 വർഷത്തോളം ആകുന്നു. പക്ഷേ എന്താണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുള്ളതിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ആന്റണി രാജുവിന് മത്സരിക്കാൻ സീറ്റ് നൽകുന്നതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്ന് ഈ VS അച്യുതാനന്ദന്റെ ഇടപെടലാണ്. ഇങ്ങനെ ഒരാൾക്ക് സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് VS കടുപ്പിച്ച് പറഞ്ഞപ്പോഴാണ് ആന്റണി രാജുവിന് ഒരു തവണ മാറി നിൽക്കേണ്ടി വന്നത്. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനൊരു മാറ്റി നിർത്താനുള്ള സാഹചര്യം അയാളുടെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം.